ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായി ഞാൻ 3 കിലോ ബീഫ് കഴുകി നുറുക്കി കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനത് കുക്കറിലേക്ക് മാറ്റുകയാണ്. കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇനി പൊടികളൊക്കെ ഇടണമല്ലോ. അപ്പോൾ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ ബീഫ് മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം ബീഫിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരെയും ഇഷ്ടത്തിന് ചേർക്കാം. കാരണം ഉപ്പിൻ്റെ ചിലർക്ക് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറവ് വേണമായിരിക്കും. ഞാൻ കുറച്ച് ചേർത്തു, ബാക്കി ഞാൻ കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം, കൂടി പോയിരുന്നാൽ മതി. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു, ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. ഞാൻ ഇഞ്ചി എൻ്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ആ പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം അത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അവിടെ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഓരോരുത്തർ ഇഷ്ടമാണ്, വേണ്ടവർക്ക് ചെയ്യാം, നിർബന്ധമില്ല. അപ്പോൾ അത് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനൊരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞു. അതുകൂടാതെ ഞാൻ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. വെല്ലുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെല്ലുള്ളി ഇനി അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിരുന്നു. ബീഫ് ഏകദേശം വെന്തപ്പത്തേന്ന് നോക്കിക്കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ല. വെള്ളം കണ്ടോ, ഏകദേശം നിരപ്പിന് വെള്ളമായി. പിന്നെ ഇത് മൊത്തം വറ്റിക്കണം. അപ്പോൾ ബീഫ് ഏകദേശം വേവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ബീഫിൻ്റെ വെള്ളം മാത്രം മാറ്റിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം മാത്രം വറ്റിച്ചെടുത്തു. അത് മൊത്തം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരടുപ്പത്ത് വെള്ളം തിളപ്പിച്ച സമയം കൊണ്ട് മറ്റേ അടുപ്പത്ത് ഞാൻ വറവിടാൻ വേണ്ടി ഒരു പാനിൽ 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. ഓയിലിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അതിലോട്ട് നമ്മളിനി കോക്കനട്ട് കട്ട് ചെയ്ത് വെച്ച് കോക്കനട്ട് ഇടുകയാണ്. അത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് വരിക. എനിക്ക് കുറച്ച് നന്നായിട്ട് യെല്ലോ കളർ ആവുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് വറുത്തു. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാൻ അതിലോട്ട് ഉള്ളി ഇടുകയാണ്. ഉള്ളി നന്നായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകും, നേരത്തെ കാണിച്ച 2 ഉള്ളി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഉണ്ടോ ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് അതിലോട്ട് വേണ്ട കുറച്ച് ലേശം ഉപ്പ് ഇടുക. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബീഫിന് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പിടുന്നത്. ഉള്ളി കുറച്ച് നന്നായിട്ട് വറവാകാനും ഈ ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ അതെല്ലാം ആ സമയം കൊണ്ട് ചിക്കനിലെ വെള്ളം ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ആ വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ചിക്കനെല്ലാം കൂടെ അതിൽ ഒരുമിച്ചാക്കി. എന്നിട്ട് അതിലോട്ട് ഉണ്ടോ പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇടുന്നത് എപ്പോഴും നല്ലതാണ്, കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അവസാനം ഇതെല്ലാം വെന്ത് ഏകദേശം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബീഫ് കറിക്ക്. നാട്ടിലൊക്കെ നമ്മൾ പപ്പയൊക്കെ ഉണ്ടാക്കുന്ന നല്ല അവസാനമുണ്ട്, നല്ല ഫ്രഷ്. ഇതും ഫ്രഷ് കുരുമുളക് പൊടിയാണ്, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് പൊടിച്ചെടുത്താണ്. അപ്പോൾ അതുകൂടാതെ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അവസാനം നമ്മളൊരു ചേരുവ ചേർക്കുന്നുണ്ട്. അത് കുറച്ച് എരിവ് കുറവായിരുന്നു, നമ്മൾ കുറച്ചുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലോട്ട് ചേർക്കുകയാണ്. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നോക്കി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് വെന്ത് പോയി, എന്നാലും ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് വെന്ത് പോയി. അപ്പോൾ അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്.